പാസ്റ്റർ എം.എ. വർഗീസിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ വളരെ ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അദ്ദേഹത്തെ ദൈവം ശക്തിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ അത്രയധികം ആൾക്കാരൊന്നും ശ്രമിച്ചു കണ്ടിട്ടില്ല. ആദ്യകാല മിഷണറിമാരായിരുന്ന ജോർജ് ബർഗിൻ്റെയും കുക്ക് സായിപ്പിൻ്റെയും പാദസ്പർശനമേറ്റ ബാംഗ്ലൂരിൽ പെന്തക്കോസ്ത് സഭയ്ക്കൊരു വിലാസം ഉണ്ടാക്കി നൽകിയത് പാസ്റ്റർ എം.എ. വർഗീസും അദ്ദേഹത്തിൻ്റെ സഭയുമായിരുന്നു എന്ന് പറയാം. 1994 പാസ്റ്റർ എം.എ. വർഗീസ് തൻ്റെ കൈപ്പടയിൽ എഴുതി തയ്യാറാക്കി അയച്ചു തന്ന ഒരു സാക്ഷ്യം ഇന്ന് പഴയ ഫയലുകൾ തപ്പിയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മനസ്സും ദൈവവിളിയും ഒരുമിച്ച് ചേരുമ്പോൾ ഇതിലപ്പുറവും നടക്കും എന്ന് തോന്നിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ലേഖനവും അതിനുശേഷമുള്ള ഈ സഭയുടെ വളർച്ചയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1948 തിരുവല്ല താലൂക്കിൽ ഒരു മർത്തോമ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 1958 രക്ഷിക്കപ്പെട്ടു. 1960 ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പുതുശ്ശേരി എന്ന സ്ഥലത്ത് നടത്തിയ കൺവെൻഷനിൽ പാസ്റ്റർ പി.എം. ഫിലിപ്പിൻ്റെ കൈക്കീഴിൽ വെച്ച് സ്നാനമേറ്റു. തുടർന്ന് ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൽ ആരാധിച്ചു പോന്നു. അദ്ദേഹം നാട്ടിലെ ചുരുക്കം പെന്തക്കോസ്ത് വിശ്വാസികളിൽ ഒരാളായിരുന്നു. അതിനാൽ തന്നെ പരിഹാസങ്ങൾ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ കേൾക്കേണ്ടി വന്നു. വളരെ പ്രാർത്ഥിച്ചു. എങ്കിലും ആത്മാഭിഷേകം ആ കാലങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ചില്ല. 1965 ജോലിക്കായി അദ്ദേഹം കേരളം വിട്ടു. 1969 കൽക്കട്ട അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അംഗമായിരിക്കെ അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. പകൽ ജോലിയും രാത്രി ഉപരിപഠനവുമായി അദ്ദേഹം മുന്നോട്ട് പോയി. ഇതിനിടയിൽ പ്രാർത്ഥനയും വചനപഠനത്തിനും സമയമുണ്ടായിരുന്നു. തുടർന്ന് 1969 അദ്ദേഹം രാജസ്ഥാനിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിക്കുവാനിടയായി. തുടർന്ന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ക്യാമ്പിലും ആർമിയുടെ ക്യാമ്പിലും സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. 1.5 വർഷത്തിനുള്ളിൽ 60 കുറയാത്ത വിശ്വാസികൾ അവിടെ സ്നാനം സ്വീകരിച്ച് സഭയോട് ചേർന്നു. എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്സുകൾ നടത്തി വന്നിരുന്നു. ഒപ്പം പഠനവും ജോലിയും തുടർന്നു. പിന്നീട് രാജസ്ഥാനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. 1971 പാസ്റ്റർ എം.എ. വർഗീസ് വിവാഹിതനായി. സുവിശേഷ വേലയിൽ വളരെ താല്പര്യമുള്ളയാളായിരുന്നു സഹധർമ്മിണി. ബാംഗ്ലൂരിൽ മത്തിക്കര എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ആരംഭിച്ച പ്രാർത്ഥനാ കൂട്ടായ്മ 1971 സെപ്റ്റംബർ മാസത്തിൽ ഒരു ആരാധനയായി മാറി. പിന്നീട് അതൊരു പെന്തക്കോസ്ത് സഭയായി രൂപീകരിക്കപ്പെട്ടു. പരേതനായ പാസ്റ്റർ ജേക്കബ് തോമസ് എം.എ. വർഗീസിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹമായിരുന്നു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയത്. അത് പിന്നീട് IPC ചർച്ചായി മാറി. പിന്നീട് ഡൽഹിയിലേക്ക് മാറ്റം ലഭിച്ചു. അവിടെ IPCയോട് ചേർന്ന് ആരാധിച്ച് വരവേ രാത്രിയിലും പകലുമായി ബൈബിൾ ക്ലാസ്സുകൾക്ക് തുടക്കമിട്ടു. ധാരാളം പേർ ഈ ബൈബിൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. പലരെയും അത് വിശ്വാസ സ്നാനത്തിലേക്ക് നയിച്ചു. ഡൽഹി പട്ടണത്തിൽ അക്കാലത്ത് 15 സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയി പ്രവർത്തിക്കുമായിരുന്നു. 1977 പഞ്ചാബിലെ അമൃത്സറിലേക്ക് സ്ഥലം മാറിപ്പോയി. ഇതിനിടയിൽ 2 ആൺമക്കളെ ദൈവം അദ്ദേഹത്തിന് നൽകി. അമൃത്സറിലെ സ്വഭവനത്തിൽ ആരംഭിച്ച പ്രാർത്ഥനയിൽ വിവാഹം കഴിഞ്ഞ് 13 വർഷമായി മക്കളില്ലാതിരുന്ന റമുഡു എന്ന ഹൈന്ദവ സഹോദരന് ദൈവം പ്രാർത്ഥന കേട്ട് ഒരു ആൺപൈതലിനെ നൽകി. അതോടെ കുടുംബമായി അദ്ദേഹം സ്നാനം സ്വീകരിച്ചു. 2 വർഷം കൊണ്ട് ഈ ചെറിയ പ്രവർത്തനം പെന്തക്കോസ്ത് സഭയായി മാറുവാനും അത് അവിടുത്തെ 1ാമത്തെ മലയാളി പെന്തക്കോസ്ത് സഭയായി തീരുവാനും പാസ്റ്റർ വർഗീസിൻ്റെ പ്രവർത്തനം മൂലം കഴിഞ്ഞു. മിലിറ്ററി ഏരിയ ആയതിനാൽ അനേകർ അവിടെ വചനം പഠിക്കുവാനും ആ വചനം അനുസരിക്കുവാനും ഇടയായി. അവിടെയും ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. അവിടെ സ്നാനപ്പെട്ടു വന്ന പലരും പിന്നീട് ശുശ്രൂഷകന്മാരായി തീർന്നു. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ പ്രത്യാശ എന്തെന്ന് സാവധാനത്തോടെ വേദപുസ്തകത്തിൽ നിന്ന് തെളിയിക്കാനും ദൈവം തന്ന കൃപാവരം ഉപയോഗിക്കാനും മടി കാണിച്ചിട്ടില്ല പാസ്റ്റർ എം.എ. വർഗീസ് പറയുന്നു. 1979 പഞ്ചാബിലെ അമൃത്സറിൽ നിന്നും ഭട്ടിൻഡ എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി.
അവിടെ സിക്കുകാരുടെ ഇടയിൽ ഒരു നല്ല പ്രവർത്തനം തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. അവിടെ കത്തോലിക്ക കരിസ്മാറ്റിക്കുകാരുടെ ഇടയിലും പ്രവർത്തനം ആരംഭിച്ചു. അനേകം പേർ സ്നാനമേൽക്കുവാനിടയായി. 1980 ഫുജ് എന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഒരു സഭ രൂപീകരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ത്യയുടെ കിഴക്കും വടക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളിലൊക്കെ ചെന്ന് കർത്താവിനെ സാക്ഷിക്കാൻ പാസ്റ്റർ M.A. വർഗീസിനെ ദൈവം സഹായിച്ചു. ധാരാളം പേർ വചനം പഠിക്കുവാനും സഭകൾ തുടങ്ങുവാനും ഒക്കെ വർഗീസിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം സാധിച്ചു. 1981 വീണ്ടും ബാംഗ്ലൂരിൽ M.A. വർഗീസ് തിരിച്ചെത്തി. 1983 അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന സഭയിൽ സഹായ ശുശ്രൂഷകനായി പാസ്റ്റർ T.P. വർഗീസിനൊപ്പം പ്രവർത്തിച്ചു. അദ്ദേഹം പുനലൂർ ബഥേൽ ബൈബിൾ സ്കൂളിലേക്ക് മാറിയ സമയം മുതൽ ഈ ചർച്ചിൻ്റെ ചുമതല നോക്കുകയും ചെയ്തു തുടങ്ങി. 1983 20 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഈ സഭയിൽ 2000-ലധികം സ്നാനങ്ങൾ നടന്നു കഴിഞ്ഞു. സ്നാനപ്പെട്ടവരിൽ അധികവും അക്രൈസ്തവരായിരുന്നു. രോഗശാന്തി, ഭൂതശാന്തി തുടങ്ങിയവയുടെ ഫലമായിട്ടാണ് അധികം പേരും മുമ്പോട്ട് വന്നത്. പ്രവചനം, വെളിപ്പാട് മുതലായ കൃപാവരങ്ങൾ സഭയിൽ വളരെ ഫലം ചെയ്തു. സഭാകാൾ നിറഞ്ഞു കവിഞ്ഞ സാഹചര്യത്തിൽ രാജാജി നഗർ, മുരുകേഷ് പാളയം, ഇലഹങ്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ ആരാധനകൾ ആരംഭിക്കുകയും ഇന്ന് അവയെ അസംബ്ലീസ് ഗോഡ് അംഗീകരിക്കുകയും ചെയ്തു. മറ്റു ചിലർ സൗകര്യാർത്ഥം മറ്റു പെന്തക്കോസ്ത് സഭകളോട് ചേർന്നു. ചിലരെ മാറ്റേണ്ടതായി വന്നു. 1994 ആയപ്പോഴേക്കും 8 ആരാധനകൾ നടന്നു വരുന്നു. ഇംഗ്ലീഷ്, കന്നഡ, മലയാളം ഭാഷയിലാണ് നടന്നു വരുന്നത്. മറ്റു സഭകളിൽ നിന്ന് അംഗത്വം എടുക്കാൻ വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് പാസ്റ്റർ M.A. വർഗീസ്. ആത്മീയ ആരാധനയ്ക്കും കൃപാവരത്തിനും വലിയ സ്ഥാനമാണ് ഈ സഭയിലുള്ളത്. 1985 ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ മാസം തോറുമുള്ള സ്നാനം ദൈവം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു. ഓരോ മാസവും നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ 300-ൽ കുറയാത്ത ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് 3 ദിവസം ഉപവസിക്കുന്നു. ഈ സഭയിൽ നിന്നും അനേകം ശുശ്രൂഷകരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. അവരിൽ ചിലർ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തമായ ശുശ്രൂഷിക്കുന്ന ഒരു തലമുറ കർത്താവ് പാസ്റ്റർ M.A. വർഗീസിന് നൽകി. 750 പേർക്കിരിക്കാവുന്ന വലിയ ഹാളും 200 പേർക്കിരിക്കാവുന്ന ഒരു ചെറിയ ഹാളും തമ്മിൽ ക്ലോസ് സർക്യൂട്ട് TV മുഖേന ബന്ധിപ്പിച്ച് ആരാധന നടത്തി വരുന്നു. ഇപ്പോൾ 1500 പേർക്കിരിക്കാവുന്ന വലിയ ഹാളും 300 പേർക്ക് ഇരിക്കാവുന്ന ഹാളും 40 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന സ്ഥലവും മറ്റുമായി പണിതുയർത്തുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 1984 മുതൽ ധാരാളം കൺവെൻഷനിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും 1991 ജൂലൈ വിട്ട ശേഷം അല്പം കൂടുതൽ സമയം അതിനായി ഉപയോഗിച്ചു തുടങ്ങി. ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഉത്തരദക്ഷിണ ഭാരതത്തിലെ വിവിധ ഇടങ്ങളിലും ആയിരങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ അതുമൂലം കഴിഞ്ഞു. ഓൾഡ് ഏജ് ഹോം ആരംഭിക്കുവാൻ പ്രാർത്ഥിച്ചു വരുന്നു. ബഥേൽ ഗോസ്പൽ ടീം എന്ന പേരിൽ ഒരു സുവിശേഷ സംഘം രൂപീകരിച്ചു. അതിനാൽ ദിവസം തോറും തങ്ങളുടെ ജോലി സമയത്തിന് ശേഷം സുവിശേഷീകരണത്തിന് ഇറങ്ങുന്നവർക്ക് പൂർണ്ണസമയം പ്രവർത്തിക്കുവാൻ ഈ സംഘടന മൂലം സാധിക്കുന്നു. ഇപ്പോൾ 70ഓളം പ്രവർത്തകർ ഈ സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. അത്യാവശ്യമായി ഒരു വാനും മോട്ടോർ സൈക്കിളും ദൈവം ദാനമായി നൽകി. നന്മയോടൊപ്പം തിന്മയും നേരിടേണ്ടതുണ്ട്. വർഗീയ ശക്തികൾ ഒറ്റുകൊടുക്കുന്ന കള്ളസഹോദരന്മാർ, വഞ്ചകന്മാർ, പണക്കൊതിയന്മാർ, സ്ഥാനമോഹികൾ, അവസരവാദികൾ എന്നിങ്ങനെ പലരാലും പലതും സഹിച്ചു. എങ്കിലും ഇന്നും ദൈവം സഭയെ വളർത്തുന്നു. അവിശുദ്ധന്മാർ വിട്ടുപോകുമ്പോൾ അതിലധികം വിശ്വസ്തരെ ദൈവം ചേർത്തിണക്കുന്നു. ഇല്ലായ്മയിൽ നിന്നും ഉളവാക്കുന്ന ദൈവം തുടർന്നും നടത്തുവാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഹോരേബ് പ്രാർത്ഥനാ സംഘം പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തുന്നു. ഒരു ട്രെയിനിങ് സെൻറ്റർ ഇതുവരെ ഇല്ല. എന്നാൽ ദൈവവചനം പഠിപ്പിക്കാൻ മറ്റ് ബൈബിൾ ക്ലാസ്സുകൾ സഭയിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളതിന് പുറമെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് ഉപവാസ പ്രാർത്ഥനകളും മുടക്കം കൂടാതെ നടക്കുന്നു. 22 പോയിന്റുകളിലായി 50-ലധികം മീറ്റിംഗ് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ ആഴ്ചതോറും നടന്നു വരുന്നു. 1994 ഞങ്ങൾക്ക് പ്രസിദ്ധീകരണാർത്ഥം അദ്ദേഹം തൻ്റെ സഭയെക്കുറിച്ച് തന്ന ഒരു റിപ്പോർട്ടാണിത്. 2026 ആകുമ്പോഴുള്ള ബഥേൽ അസംബ്ലി ഓഫ് ഗോഡിൻ്റെ അവസ്ഥ എന്താണ്? വിവരിക്കാൻ കഴിയില്ല. സഭ ബാംഗ്ലൂർ പട്ടണത്തിൽ എല്ലാ അർത്ഥത്തിലും അതിവിശാലമായി. അദ്ദേഹത്തോടൊപ്പം 2 മക്കളും സുവിശേഷ വയലിൽ ഇറങ്ങി അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്തു വരുന്നു. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.